ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പ്രഭാത സമയത്തിന് വേണ്ടി അടിയങ്ങളെ സ്തുതിക്കുന്നു. ദൈവമേ, ചുരുക്കം പേരാണെങ്കിലും അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് കത്തീഡ്രൽ CSI സഭയുടെ പേരിൽ ആരാധിക്കുന്നതിന് ഒരു അവസരത്തെ ഇവിടെ തന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. യാത്രയിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. അസുഖത്താൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗഖ്യവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ ആദ്യാവസാനം അങ്ങയുടെ കാരുണ്യം കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നൽകണം പരമപിതാവേ, ആമേൻ. ദൈവനാമ മഹത്വത്തിന് സ്തുതിക്കുമായി 11ാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. 11ാമത്തെ പാട്ട്, എന്നാത്മാവെ നിന്നെയും മറ്റു സൃഷ്ടി സർവവും ഭംഗിയായി ഉണ്ടാക്കിയ ദൈവത്തെ സ്തുതിക്കുക. എന്നാത്മാവേ നിന്നെയും മറ്റു സൃഷ്ടി സർവവും ഭംഗിയായുണ്ടാക്കിയ ദൈവത്തെ സ്തുതിക്കുക. പാപത്തിൽ നിന്നും നിന്നെ രക്ഷ ചെയ്ത ദൈവത്തെ നന്ദിയാൽ ദീനേ ദീനേ സ്തോത്രം നീ ചെയ്യണമേ. നന്മ ചെയ്തെന്നും നിന്നെ നല്ല പോലെ കാക്കുന്നേ. ഈ മഹാകാരുണ്യത്തെ ഓർമ്മിച്ചെന്നും വാഴ്ത്തുകേ. ഇൻപതുൻപകാലത്തും ജീവൻ പോകും നേരത്തും ദൈവം താൻ സങ്കേതമേ സ്തോത്രം ചെയ്യുക ഉള്ളമേ. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയാകുന്നു. അങ്ങനെ നിന്ന് രഹസ്യങ്ങളൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. നമുക്ക് 409ാമത്തെ പാട്ട് പാടാം. 409, അനുഗ്രഹത്തിൻ അധിപതിയെ എന്ന പാട്ട്. അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപാ പെരും നദിയെ അനുദിനം നിൻ പദം ഗതിയെ അനുദിനം നിൻ പദം ഗതിയെ അടിയാനു നിൻ കൃപമതിയെ അടിയാനു നിൻ കൃപമതിയെ. വൻവിനകൾ വന്നിടുകിൽ വഴയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്നഭയം വല്ലഭൻ നീ എന്നഭയം. വന്നിടുമോ പിന്നെ ഭയം വന്നിടുമോ പിന്നെ ഭയം. തന്നുയിരേ പാപികൾക്കായി തന്നവനാം നീയും തള്ളിടുമോ ഏഴയനെ തള്ളിടുമോ ഏഴയനെ. തീരുമോ നിൻ സ്നേഹമെന്നിൽ തീരുമോ നിൻ സ്നേഹമെന്നിൽ. തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല. മക്കളെങ്കിൽ ശാസന
ശാസനകൾ, മക്കളെങ്കിൽ ശാസനകൾ. സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. പാരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. മരണദിനം വരുമളവിൽ, മരണദിനം വരുമളവിൽ മറഞ്ഞിടും ഞാൻ മാറിടത്തിൽ, മറഞ്ഞിടും ഞാൻ നിന്മാറിടത്തിൽ. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപ പെരുന്നതിയെ. അനുദിനം നിൻ പദംഗതിയെ, അനുദിനം നിൻ പദം ഗതിയെ. അടിയാനു നിൻ കൃപമതിയെ, അടിയാനു നിൻ കൃപമതിയെ. 9-ാം പുറത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. 9-ാം പുറത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാൽ കർത്താവേ, ഞങ്ങളോട് കണ്ടാണ്ടായി ഞങ്ങൾ ക്ഷമിക്കണമേ. ഭാവി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് ജീവിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ദയയുള്ള പിതാവേ, ഞങ്ങൾ ഹൃദയങ്ങളോടെ നിങ്ങളിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങനെ ഞങ്ങൾ അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിനെ സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം 14-ാം പുറത്ത് കാണുന്ന പൊതുവിലുള്ള സ്തോത്രം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. 14-ാം പുറം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിനും ഈ ആഴ്ചയിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനുമായി ഞങ്ങളുടെ മൂലം സ്നേഹത്തിനായും അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്മയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ. ഈ സമയത്ത് സങ്കീർത്തനങ്ങൾ എന്നുള്ള വേദഭാഗവും നമുക്ക് വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 113. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്ക് മീതെയും അവന്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനായിരുന്നു. ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൂപ്പടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു.
പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ തന്നെ ഇരുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാകുന്നു. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. വായിക്കാനായി നൽകിയിട്ടുള്ള പഴയ നിയമ വേദഭാഗം മീഖ 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മീഖ 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അരുൾ ചെയ്യുന്നത് കേൾപ്പിൻ. നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്കുക. കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവയെ യഹോവയുടെ വ്യവഹാരം കേൾപ്പിൻ. യഹോവയ്ക്ക് തൻ്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും. എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എൻ്റെ നേരെ സാക്ഷീകരിക്കുക. ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിര്യാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എൻ്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലോക് ആലോചിച്ചതും ബെയോരിൻ്റെ മകനായ ബിലെയാം ഉത്തരം പറഞ്ഞതും ഷിത്തിം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തെന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലാലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുന്നു. എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവേ നിന്നോട് ചോദിക്കുന്നത്? വാഴ്ചയുടെ ദൈവജനങ്ങളാൽ ദൈവം നമുക്ക് വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം ഗലാത്യർ 3-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർ 3-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളും അല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിന് കീഴടച്ചു കളഞ്ഞു. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായി കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴെ അടച്ച് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിലല്ല. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ദൈവം ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
വായനയ്ക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. ഇവിടെ സുവിശേഷ ഭാഗം അവസാനിച്ചു. ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഈ സമയത്ത് സ്നേഹവചനങ്ങൾ 22-ാം പുറത്തിൽ കാണുന്ന സ്നേഹവചനങ്ങൾ ഒരുമിച്ച് ചൊല്ലാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിലവിളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കെടുക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകില്ല. സ്നേഹവാനായ കർത്താവേ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വസിക്കാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ. ആമേൻ. 22-ാം പുറത്തിൽ കാണുന്ന വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ ഉത്പാദിക്കപ്പെട്ടു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു, അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഈ സമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. മഹാകാരുണ്യനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പ്രഭാത സമയത്തിന് വേണ്ടി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങൾ ബലഹീനരാണ്, അടിയങ്ങൾ കുറവുള്ളവരാണെങ്കിലും അങ്ങയുടെ കരുണയുടെ ബഹുത്വത്താൽ അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിലനിർത്തിയിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ സഭയിലുള്ള എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രകളിൽ, പോക്കിൽ, വരവിൽ, വിദ്യാഭ്യാസത്തിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലതരത്തിലുള്ള രോഗങ്ങൾ അന്തരീക്ഷത്തിൽ പടരുന്നുണ്ടല്ലോ. ദൈവമേ, ഓരോ പൈതങ്ങളെയും കൃപയാൽ നടത്തി കാത്തു പരിപാലിക്കണമേ. വാഹനം ഓടിച്ച് ഉപജീവനം കഴിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ എണ്ണം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് വിവിധ ഓഫീസുകളിലും സ്കൂളുകളിലും ജോലി ചെയ്യുന്നവരുണ്ട്. മറ്റ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ, ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുതേ. ദൈവമേ, ഭവനത്തിലുള്ള ഓരോരുത്തരെ അങ്ങ് കൈതാങ്ങി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ കൂടിവരവിന് വേണ്ടി അങ്ങയുടെ മുമ്പിൽ വരുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം അടിയങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകൾ, കുറ്റങ്ങളെല്ലാം അടിയങ്ങളിൽ നിന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സഹകരണവും, എല്ലാ സന്തോഷവും അടിയങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാധികമായിട്ട് പകർന്ന് ദൈവമേ, അടിയങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങ് നിവർത്തിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ തുറന്ന അന്തരീക്ഷത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും ദൈവമേ, അങ്ങ് അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, മഹായിടവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ അങ്ങയുടെ സാന്നിധ്യം പകരണമേ. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ വണ്ണം അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭാന്തരീക്ഷം ലഭിക്കുന്നതിന് കൃപ ചെയ്യണമേ. ദൈവമേ, സഭയിലുള്ള ഓരോ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ.
ദൈവമേ എല്ലാ സ്ഥാപനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇടയങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ വണ്ണം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകാതെ വണ്ണം കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അടിയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അച്ഛന്മാരെയും സുശേഷന്മാരെയും കൊച്ചമ്മമാരെയും മറ്റ് എല്ലാ പ്രവർത്തകരെയും സുശേഷ പ്രവർത്തകരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ അകലത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഓരോരുത്തരും ഉണ്ടല്ലോ, ദൈവമേ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. പലതരത്തിലുള്ള ഭീഷണികൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും ദൈവമേ അങ്ങ് കൃപയാൽ അവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ഈ ലോകത്തിലുണ്ടായി ദൈവമേ ഭൂമി അങ്ങയുടെ വചനങ്ങൾ കൊണ്ട് നിറയുന്ന ഒരവസ്ഥയിലോട്ട് വളർന്നു വരുന്നതിന് കൃപ ചെയ്യണമേ. ബലഹീനരായ അടിയങ്ങളെ താങ്ങി നടത്തുന്നതിന് ഓർത്ത് സ്തുതിക്കുന്നു. കൃപ ചെയ്യണമേ. ദൈവവചനം ദൈവമേ അടിയങ്ങൾക്ക് തരണമേ. വേണ്ടുന്ന കൃപകളാൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാഴ്ചയിലെ നന്മകളാൽ നിറയ്ക്കണം പരമപിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ പാവടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെടുത്താതെ സകലദോഷത്തെ ഒന്ന് വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും തിരുനാമത്തിലുള്ളല്ലോ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഭാഗം വൈരൂപ്യമാക്കപ്പെട്ട ജനതയിൽ ദൈവ രൂപത്തിൻ്റെ പുനഃസ്ഥാപനം എന്ന വചനമാണ് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. അതിൽ ദളിത് ആദിവാസി ഞായർ ആയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരാധിക്കുന്നത്. ദളിത് ആദിവാസി ഞായർ. നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു സമൂഹമായിട്ട് ദളിതരെയും ആദിവാസികളെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിന് വേണ്ടി, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് വേണ്ടി ആ വിശപ്പിൻ്റെ വിളിയിൽ എടുത്തു പോയതിൽ അവൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. എത്രത്തോളം ഭീകരമാണ് ആ മാനസിക അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വിശപ്പിൻ്റെ വിളി നമുക്കും എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് വിശന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാതെ വന്നേക്കാം. അല്ലെങ്കിൽ ദൂരെ പോയി വാങ്ങിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. സമയം ഒരു പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ പണവും ഒരു പ്രശ്നമായിരിക്കാം. ഏതായിരുന്നാലും വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള ഉള്ളതാണ് എല്ലാ മനുഷ്യർക്കും. എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. കയ്യിൽ എത്ര കാശുണ്ടായിരുന്നാലും ചിലപ്പോൾ വിശന്നിരിക്കും. എത്ര നല്ല അവസ്ഥയിലും ചിലപ്പം ആ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവൻ ദാരിദ്ര്യവാനാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ വിശപ്പിനെ അടക്കുന്നതിന് വേണ്ടി മനുഷ്യൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അവിടെയെല്ലാം വൈരൂപ്യമാക്കപ്പെട്ട ജനതയിൽ ദൈവരൂപത്തിൻ്റെ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അവരോട് ഒരു കൽപ്പന കൊടുത്തു. മാത്രമല്ല ഈ ലോകത്തിൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി വളർന്നു വളരണം എന്നുള്ള അനുഗ്രഹവും കൊടുത്തു. അതിങ്ങനെ വളർന്നു വരികയും ചെയ്തു. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ പാപം ചെയ്തപ്പോൾ അതിൻ്റെ ശിക്ഷ മുള്ളും പറക്കാരയിലും ചവിട്ടി നടക്കുന്ന ഒരവസ്ഥയിൽ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ആഹാരം കഴിക്കേണ്ടുന്ന ഒരവസ്ഥ വന്നു. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, പ്രയാസങ്ങളൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹക്കുറവ് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ശിക്ഷ വന്നപ്പോൾ മാറിപ്പോകേണ്ടി വന്നത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ എടുക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാനും ദൈവം ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു സാഹചര്യം, ഈ ഒരു ദൈവവചന സാഹചര്യം യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ വെച്ച് വേദപുസ്തകം എടുത്ത് വായിക്കുമ്പോൾ ഉണ്ടായതാണ്. അവൻ വായിക്കുന്ന വ്യക്തി ക്രിസ്തുവിന് വേദപുസ്തകം കൊടുക്കുന്നു. ക്രിസ്തു ആ വേദഭാഗം വായിച്ചിട്ട് അവിടെ ഒരു പ്രത്യേക ഒരു സാഹചര്യം ആ ദേവാലയത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും
കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ഈ ഭാഗത്തിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ ഭാഗം വായിച്ചതിന് ശേഷം പിന്നെ അവൻ പുസ്തകമടക്കി ശുശ്രൂഷക്കാർക്ക് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത, ക്രിസ്തുവിൻ്റെ വചനം കേട്ടപ്പോൾ ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നിന്ന്, അവൻ്റെ ലാവണ്യ വാക്കുകളിൽ നിന്ന് ഒരു പ്രത്യേക അനുഭൂതി അവിടെയുള്ള ജനങ്ങൾ ഉൾക്കൊണ്ടിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അവരുടെ കണ്ണുകളെ തുറന്നിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കേണ്ടുന്ന വേറൊരു കാര്യമാണ് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം. സാമ്പത്തികമായിട്ട് ഇല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെന്നും ആത്മാവിൽ ദരിദ്രരായവരെന്ന് പ്രത്യേകം എടുത്തും ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി നാളെ എന്ത് എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, അവർക്ക് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസങ്ങളും ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്ന എത്രയോ കുടുംബങ്ങൾ, എത്രയോ വ്യക്തികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു സാക്ഷ്യം കൂടെ ഒരു 2-3 വാക്കുകളിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പിതാവും മാതാവും 6 മക്കളുമാണ് വളർന്നു വന്നിരുന്നത്. പക്ഷേ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ വളരെ കൊച്ചു പ്രായത്തിലും മറ്റൊരാൾ 9-ാം വയസ്സിലും മരിച്ചു പോയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, ആൻ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, എൻ്റെ ചേട്ടൻ. അപ്പോൾ എൻ്റെ ഒരു സഹോദരി അന്നുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടിനെക്കുറിച്ച് സംസാരിച്ചതെൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അരിപ്പുട്ട് വേണം എന്ന് ചോദിച്ചിരുന്നു, അരി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ട്. പക്ഷേ സാമ്പത്തിക പരാധീനത കൊണ്ട് ഗോതമ്പാണ് സാധാരണ വീട്ടിൽ വച്ചിരുന്നതെന്നും പറഞ്ഞു. എന്തോ കാരണത്താൽ ഒരു പനി വന്നു, പുറത്തിറങ്ങി മാങ്ങ പറിക്കാനെന്തോ പറക്കുന്ന സമയത്ത് പോയി മഴ നനഞ്ഞു, തിരിച്ചു വന്നപ്പം പനി പിടിച്ചു. കുറച്ച് ദിവസങ്ങൾക്കകം മരിച്ചുപോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം പിതാവും മാതാവും പറഞ്ഞ് കരയുന്നത് എൻ്റെ സഹോദരി ഓർമ്മിച്ചു. അവൻ അരിപ്പുട്ട് ചോദിച്ചു കൊടുക്കാൻ പറ്റില്ല, നമ്മളിപ്പോൾ എന്നും അരിപ്പുട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ കുടുംബ പശ്ചാത്തലമെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ ഇന്നൊന്നിനും കുറവില്ല. എന്ത് വേണമെങ്കിലും വാങ്ങി കഴിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നിനക്കൊന്നിനും മുട്ടുണ്ടാകില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത് എത്രത്തോളം ശരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ആഗ്രഹങ്ങളും എല്ലാവർക്കും സാധിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എന്ന് വരാം. എങ്കിലും ദൈവം പിൽക്കാലത്ത് ഞങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തി പട്ടിണി കൂടാതെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ, വലിയൊരു കുടുംബത്തെ എത്തിച്ചു എന്നുള്ള കാര്യം പ്രത്യേകം നന്ദിയോടുകൂടി ദൈവത്തെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. അതിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് വിഷമതകൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത എത്രയോ സാഹചര്യങ്ങളുണ്ടാവും. സമൂഹത്തിൽ വെച്ചായിരുന്നാലും ശരി, സഭയിൽ വെച്ചായിരുന്നാലും ശരി, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവ സാമീപ്യം നമുക്ക് ലഭിച്ചില്ല എന്ന് നമ്മൾ ചിന്തിച്ചെന്നിരിക്കും. പക്ഷേ അതിനെല്ലാം പുറകിൽ ദൈവത്തിൻ്റെ എന്തോ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്ന് കൂടെ നമ്മൾ ഓർമ്മിച്ച് സമാധാനിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ആത്മാവിൽ നമ്മൾ ദരിദ്രരായിരിക്കണം. ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും കൈപ്പറ്റുന്നതിന് വേണ്ടി ആത്മാവിൽ നമ്മൾ ദാരിദ്ര്യം കാണിക്കണം. നമ്മൾ അഹങ്കാരം കാണിക്കാതെ, നമ്മൾ വലിയവനാണെന്നുള്ള ചിന്ത കാണിക്കാതെ, ദൈവത്തിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിച്ചുകൊണ്ട്, മനുഷ്യർ തരുന്ന നന്മയ്ക്കൊക്കെ പരിധികളുണ്ട്. ദൈവത്തിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിക്കണം. ദൈവത്തിൻ്റെ നന്മകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഭിക്ഷ കൊടുക്കുമ്പോൾ ചെണ്ടയും കൊട്ടി ബഹളം ഉണ്ടാക്കി
മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഭിക്ഷ കൊടുപ്പ് ആകരുത് എന്ന് വേദവസ്ഥ നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ ഉയരത്തിൽ കാണുന്ന ദൈവം നമ്മുടെ കയ്യിൽ തന്നത് കൊണ്ടാണ് അതെടുത്ത് കൊടുക്കാൻ സാധിക്കുന്നത്. ദൈവം നമുക്ക് തരുന്നത് വേറെ ആരും കണ്ടിട്ടില്ലല്ലോ, അത് അനുഭവിച്ചു വരികയാണ് ഇപ്പോൾ. അതപ്പോൾ നമ്മൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർ കാണുക കൊടുക്കാതിരിക്കുക, മറ്റൊരാൾ നമ്മെ പുകഴ്ത്തി പറയുന്നതിന് വേണ്ടി കൊടുക്കാതിരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വലിയ ആളാണെന്ന് തോന്നത്തക്ക രീതിയിൽ നമ്മൾ കൊടുക്കാതിരിക്കുക, എല്ലാം വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചതിനെ പങ്കുവയ്ക്കാൻ വേണ്ടി ഓർമ്മിക്കുക. അത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു കൽപ്പനയാണ്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവനാണ്. ലേവ്യ പുസ്തകത്വം 13-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 13-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അവിടെ കുഷ്ഠരോഗിയെ മാറ്റി പാർപ്പിക്കണമെന്നും അവനെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും അവൻ പോകുന്ന സമയത്ത് ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ബോധ്യപ്പെടുത്തണമെന്നും തുടങ്ങി കുറേ കാര്യങ്ങൾ ആ ലേവ്യ പുസ്തകത്തിലെ 13, 14, 15 വാക്യങ്ങളിലെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് ലോകത്തിൽ ഒരു കുഷ്ഠരോഗിക്ക് ലഭ്യമാക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. അപ്പോൾ കുഷ്ഠരോഗി സമൂഹത്തിൽ വരാൻ പാടില്ല എന്നർത്ഥം. അവൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിനകത്ത് പാർക്കണം. പുരോഹിതൻ വന്ന് ആ വീടിൻ്റെ അവസ്ഥ നോക്കണം. അതിൽ പൂപ്പലോ എന്തെങ്കിലും കേടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചുവരിന് പോലും പരിശോധന നടത്തി അതിൽ ഒറ്റപ്പെടുത്തലും ശുദ്ധീകരണവും എല്ലാം നടക്കണം എന്നുള്ള ഒരു സാഹചര്യമാണ് അതിൽ വരുന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ അവിടെ ഈ കുഷ്ഠരോഗി ഈ സമൂഹത്തിൽ ഒന്നുമില്ലാതിരുന്ന ഒറ്റപ്പെട്ടു പോയ ഈ ഒരു വ്യക്തിയെ ആ സമൂഹ അംഗങ്ങളെ ഒറ്റപ്പെടുത്തി കളയാതെ ഇവർ നമുക്കുള്ളവരാണ് എന്ന് പറഞ്ഞ് മാറോടണച്ചുകൊണ്ട് യേശുക്രിസ്തു അവരെ തൊട്ട് സൗഖ്യമാക്കി. നമ്മുടെ മനസ്സിനകത്തും ചിലപ്പോൾ പലതരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കും. ക്രിസ്തു നമ്മെ തൊട്ട് സൗഖ്യമാക്കും. നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ശരീരത്തിൽ വൈകല്യങ്ങൾ പലതും ഉണ്ടായിരിക്കും. പക്ഷേ യേശുക്രിസ്തു തൊട്ട് സൗഖ്യമാക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പക്ഷേ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സഹായം ചെയ്യുന്നതിനെക്കുറിച്ച് ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എടുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിലത്തിലെ വിള കൊയ്യുമ്പോൾ നീ അരിക് ചേർത്ത് കൊയ്യരുത്, അതായത് മുഴുവനും കൊയ്തെടുത്ത് കളയരുത്, അവിടെ കുറച്ച് വിട്ടയ്ക്കണം. ആ ഭാഗങ്ങളിൽ ഓരോരോ കാര്യങ്ങളിലോട്ട് എടുത്ത് പറയുന്നുണ്ട്. അരിക് ചേർത്ത് കൊയ്യരുത്, കാരണം കറ്റകൾ നിപ്പുണ്ട്. ആ വഴിയോരങ്ങളിൽ നിൽക്കുന്ന കറ്റകളെല്ലാം അവിടെ നിർത്തിയേക്കണം. അത് അന്യനും പരദേശിക്കും ഇല്ലാത്തവനുമായിരിക്കണം. അപ്പോൾ നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു പങ്ക്, നമ്മുടെ അവകാശത്തിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ വൈരൂപ്യമാക്കപ്പെട്ട ജനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരൂപത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എല്ലാം ദൈവിക കൃപയാണെന്നും എല്ലാം ദൈവത്തിൻ്റെ നന്മയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് ഒരു പങ്ക് വഹിക്കണം എന്നുള്ളതാണ്. അപ്പം ദാരിദ്ര്യമുള്ളവർക്ക് വേണ്ടുന്ന കൈത്താങ്ങ് നമ്മൾ കൊടുക്കാൻ സാധിക്കണം. ഭിക്ഷ കൊടുക്കുമ്പോൾ കൊട്ടിഘോഷിച്ച രീതിയിലാകരുത്. ഏത് രോഗിക്കായിരുന്നാലും ശരി. ഇവിടെ നമുക്കറിയാമല്ലോ ഈ ഇടയ്ക്ക് കാലത്ത് വന്ന് ചേർന്ന കോവിഡ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ അവസ്ഥ. അന്ന് മനുഷ്യനെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാവർക്കും മരണഭീതിയാണ്. ആ മരണഭീതിയിൽ സ്വന്തം സഹോദരങ്ങളടുത്ത് പോലും ഒരാളിന് കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ അറച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മാതാപിതാക്കളോ മക്കളോ മരിച്ചു പോയാലും ഇനിയിപ്പോൾ നമ്മൾ കൂടെ രോഗിയാവണ്ട എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ ആ ബുദ്ധിമുട്ട്, ആ മാനസികമായിട്ടുള്ള വ്യഥ എന്ന് ഒരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഓരോരുത്തരും നമ്മിൽ നിന്ന് തൊടാതിരിക്കാനും നമ്മൾ അവരിലോട്ടൊരു സ്പർശനം ഉണ്ടാകാതിരിക്കാനും വളരെ സൂക്ഷിച്ചിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. പൈസ കൊടുക്കുമ്പോൾ പോലും പൈസ എടുത്ത് മതിലിൻ്റെ മുകളിൽ വെച്ച് ഒരു കല്ലും വെച്ച് പറന്നു പോകാതെ അതാ പൈസ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു പോയിരുന്ന കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അത്രത്തോളം മനുഷ്യൻ്റെ ജീവിതത്തിനെ പേടിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും അകന്നു മാറുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 9
ഒരു സ്ത്രീയും യേശുവും തമ്മിലുള്ള ഒരു സംഭാഷണവും ഒരു സംഭവവും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു തീണ്ടലിനെ കുറിച്ച്, ശമരിയ സ്ത്രീയാണ്. ആ ശമരിയ സ്ത്രീ കിണറ്റിൻ്റെ അടുക്കെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കുന്നു, ഉച്ച സമയമാണ്. യേശുക്രിസ്തു അവിടെ വന്നു എനിക്ക് കുടിപ്പാൻ തരണം എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ ഒരു ശമരിയക്കാരനാണ്, നീ ഒരു യഹൂദനാണ്, ഞാൻ ശമരിയക്കാരിയാണ്. അപ്പോൾ ഒരു ശമരിയക്കാരനും ഒരു യഹൂദജാതിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്. നമുക്ക് തമ്മിലൊരു തീണ്ടലുണ്ട്. അതുകൊണ്ട് എന്നോട് എങ്ങനെയാണ് വെള്ളം ചോദിക്കുന്നത്? അവിടെയാണ് ക്രിസ്തു സുവിശേഷം അറിയിക്കുന്നത്. ഈ ദളിതരുടെ അല്ലെങ്കിൽ ആദിവാസികളുടെ അല്ലെങ്കിൽ പുറംജാതികളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ സുവിശേഷം ക്രിസ്തു അവിടെ പറയുകയാണ്, നിനക്ക് നിത്യജീവൻ്റെ ജലം ലഭിക്കുന്ന തരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഈ ലോകത്തിലുള്ള ജലം കൊണ്ട് തൽക്കാലത്തേക്കൊരു ആശ്വാസം മാത്രം ലഭിക്കുമെങ്കിലും നിത്യജീവനിലേക്കുള്ള നീരുറവ തുറന്ന് എല്ലാ സമയത്തും ക്രിസ്തുവിൻ്റെ സമാധാനവും സ്നേഹവും സന്തോഷവും തരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. കുറേനക്കാരനായ ഒരു ശീമോനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. വയലിൽ പണിയെടുത്ത് വരുന്ന സമയത്ത് യേശുക്രിസ്തു ക്രൂശൻ ചുമന്നുകൊണ്ട് പോവുകയാണ്. ആ ക്രൂശൻ ചുമന്നുകൊണ്ട് പോകുമ്പം പല തവണ കാല് തട്ടി വീഴുന്നു, തലയടിച്ച് വീഴുന്നു, ദേഹം അടിച്ച് വീഴുന്നു. കാരണം ആ കുരിശിൻ്റെ ഭാരം വലുത്. തലേ ദിവസം മുഴുവനുമുള്ള ഉറക്കിളപ്പ്, വെള്ളവും ആഹാരവും ഒന്നും കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഒരു മനുഷ്യന് താങ്ങാവുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പടയാളികളിൽ ആർക്കോ തോന്നിയ ദയവ് കൊണ്ട് ആ കുറേനക്കാരനായ ശീമോൻ്റെ കയ്യിൽ കുരിശ് ഏൽപ്പിച്ചു. ക്രിസ്തുവിന് വേണ്ടി ഈ കുരിശ് ചുമക്കുക. സ്വാഭാവികമായിട്ടും നമുക്കും തന്നിട്ടുള്ള ആ ഒരു അനുഗ്രഹത്തിൻ്റെ പങ്കാണ് ക്രിസ്തുവിന് വേണ്ടി നമ്മളും കുരിശ് ചുമക്കുക എന്നുള്ളത്. ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. പക്ഷേ അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ കുരിശാണ് നമ്മൾ ചുമക്കുന്നത്. ആ കുരിശിന് മാഹാത്മ്യമുണ്ട്, ആ കുരിശിന് മഹത്വമുണ്ടെന്നുള്ള ധൈര്യത്തോടു കൂടി തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിക്കുന്നത്. ഇവിടെ കുറേനക്കാരനായ ശീമോൻ പറഞ്ഞില്ല, എനിക്ക് ജോലി ചെയ്തിട്ട് വരികയാണ്, ഞാൻ ക്ഷീണമുണ്ട്, എനിക്കത് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞില്ല. വളരെ സന്തോഷത്തോടു കൂടി ആ കുരിശ് ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവിടെ വലിയൊരു സഹായമാണ് ക്രിസ്തുവിന് കിട്ടിയത്. ആ ഭാരം ചുമക്കാനൊരു പങ്കാളി, നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ കുരിശ് ചുമക്കുന്ന ഒരു പങ്കാളിയായിട്ട് തീരണമെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ൽ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ലോക ജീവിതത്തിലെ മനുഷ്യന് കിട്ടാതെ പോകുന്ന ഒരു കാര്യമാണ് ആശ്വാസം. നമ്മൾ പലപ്പോഴും നമുക്ക് അല്പം ആശ്വാസം ലഭിച്ചിരുന്നു എങ്കിൽ, കാരണം പല പ്രശ്നങ്ങളിൽ കൂടെയാണ് മനുഷ്യൻ പോകുന്നത്. അപ്പോൾ അല്പം ആശ്വാസം, പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ടാവും, ആശ്വസിപ്പിക്കാൻ ഒരാളൊന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. അത്തരത്തിലൊരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്തു പറയുന്നത്, അധ്വാനിക്കുന്നവർ, നിങ്ങൾ പാടുപെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നവർ, നിങ്ങൾ ചുമട്ടു തൊഴിലാളികൾ, തലയ്ക്ക് മുകളിൽ നമുക്ക് കഴിയാത്ത ഭാരം എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള ചുമട്ടു തൊഴിലാളികൾ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. പണ്ട് 3 പേരോ 4 പേരോ 5 പേരോ ചേർന്ന് ഒരു കരിങ്കല്ല് എടുത്ത്, പൊട്ടിക്കാൻ കഴിയാത്ത കരിങ്കല്ലെടുത്ത് നമ്മുടെയൊക്കെ അമ്മമാരുടെ എന്ന് വേണമെങ്കിൽ പറയാം, തലയിൽ ആ കരിങ്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ചുമന്നുകൊണ്ട് അവർ പറയുന്ന മേസ്ത്രിമാർ പറയുന്ന സ്ഥലത്ത് കൊണ്ടിട്ടാൽ മാത്രമേ വൈകുന്നേരം നിശ്ചയിച്ചിട്ടുള്ള കൂലി കിട്ടുള്ളൂ. എത്രത്തോളം കഠിനമായിരുന്നു അന്നത്തെ ജോലി എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഇന്നത്തെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോടു കൂടി വൈരൂപ്യമാക്കപ്പെട്ട ജനങ്ങൾ പല ഭാഗങ്ങളിലുണ്ടെങ്കിൽ തന്നെ ആ ക്രിസ്തുവിൻ്റെ രൂപത്തിലോട്ടുള്ള ഒരു പരിണാമം ഈ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന കാട്ടുജാതിക്കാരെന്നോ മറ്റ് പലതരത്തിലുള്ള ജാതികളും വംശങ്ങളും പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നവർ പോലും ഇന്ന് മുഖ്യധാരയിൽ വന്നിട്ട്, അപ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ അതൊക്കെ സംവരണത്തിൻ്റെ പേരിൽ സർക്കാർ കൊടുത്ത കാര്യങ്ങളാണ്, ആയിക്കൊള്ളട്ടെ, ദൈവം അതിലൂടെ ആയിരുന്നാലും ശരി നീതി പ്രവർത്തിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അങ്ങനെയുള്ള ഒരു അനീതി നിലവിൽ നിന്നതുകൊണ്ടാണ് ചില ഗവൺമെൻറ്റുകൾ ഇടപെട്ടിട്ട് ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടി, പുറന്തള്ളപ്പെട്ടവർക്ക് ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിയമനിർമ്മാണം പലപ്പോഴും നടത്തിയത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഈ നിയമങ്ങൾ പലപ്പോഴും മനുഷ്യന് ചില ഭാഗത്തുനിന്ന് നോക്കുമ്പോഴേക്കും അതൊരു ദോഷമായിട്ട് തോന്നാമെങ്കിലും ആത്യന്തികമായിട്ട് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിത്തീരാറുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. മീഖ
6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നമ്മൾ ഈ ലോകത്തിലെ ചീത്തയും നല്ലതും എല്ലാം കണ്ടും മനസ്സിലാക്കി അനുഭവിച്ചും പോവുകയാണ്. പക്ഷേ ദൈവം പറയുന്നത്, മനുഷ്യ നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു അവൻ നിന്നോട് ചോദിക്കുന്നു. എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ നിഗളിക്കാതിരിക്കുക, ന്യായം പ്രവർത്തിക്കുക, വിധവയുടെയും പാവപ്പെട്ടവൻ്റെയും കൂലിക്കാരൻ്റെയും ന്യായം മറിച്ച് കളയരുത് എന്ന് പറയുന്നു. വേദപുസ്തകത്തിൽ പറയുന്നത്, നിൻ്റെ കയ്യിൽ പൈസ ഇരിക്കെ നിൻ്റെ കൂലിക്കാരനോടുകൂടി ഇന്നില്ല, നീ പോയിട്ട് നാളെ വരിക എന്ന് പറയരുത്. എടുത്തു പറഞ്ഞിട്ടുള്ള വലിയൊരു സത്യമാണ്. നല്ല ധനാഢ്യന്മാരുടെ മുമ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് അവകാശപ്പെട്ട പൈസ ചോദിച്ചു പോകുമ്പോൾ പോലും, ഇന്നില്ല കേട്ടോ, വരട്ടെ, അല്ലെങ്കിൽ പൈസ അവളുടെ കയ്യിലാണ്, അപ്പോൾ വന്നിട്ട് തരാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞ് മാറ്റി നിഷ്കരുണം തള്ളിക്കളയുന്ന ഒരവസ്ഥ ഇന്നും നിലവിലുണ്ട്. പ്രത്യേകം ഓർമ്മിക്കുക, ഇന്നും അത് അനുഭവിക്കുന്നവനാണ് ഞാനും നിങ്ങളും എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒരുപാട് അനുഭവിക്കുകയും അത് പങ്കുവയ്ക്കണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ട് അതിനെ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ഷെയർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും കണ്ടുവരുന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഗലാത്യർ 3:27-28 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. നമ്മൾ സ്നാനപ്പെട്ടിരിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തോടുകൂടി നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അവിടെ ക്രിസ്തു നമുക്കൊരു ഏകത്വം ഉണ്ടായിരിക്കുന്നു. ആ ഏകത്വത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സെപ്പറേഷൻ ഒന്നുമില്ല. യഹൂദനാണ്, നീ യഹൂദനാണ്, നീ യവനനാണ് എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ സാധിക്കില്ല. നീ ആണാണ്, പെണ്ണാണ് എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ പറ്റില്ല. നീ ദാസനാണ്, നീ സ്വതന്ത്രനാണ്. ഇവിടെ എല്ലാവരെയും ഒരേ രൂപത്തിൽ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ദൈവത്തിൻ്റെ കാഴ്ചപ്പാടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവിടെ ഒരു സെപ്പറേഷൻ ഇല്ല. എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. അത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. സാമ്പത്തികപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും, സാമൂഹ്യപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ എടുക്കുന്നത് നല്ലൊരു വേഷമായിരിക്കും, മറ്റൊരാളിന് അത് കൊടുക്കാനുള്ള കഴിവില്ലായിരിക്കും. ഞാൻ ചെയ്യുന്നത് നല്ല എണ്ണ തേച്ചിട്ടായിരിക്കും, മറ്റൊരാളിനത് സാധിക്കാതിരിക്കും. ഈ എണ്ണയുടെയും സോപ്പിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തുണ്ടായ ഒരു വിഷമം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 4-5 5 പഠിക്കുന്ന സമയത്ത് ഞാൻ പൗഡർ ഇട്ടുകൊണ്ട്, അതൊക്കെ അന്ന് അപൂർവ വസ്തുവാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 7-ാം ക്ലാസ്സിന് മുമ്പുള്ള ഏതോ ക്ലാസ്സിലാണ് ഞാൻ ഇട്ടുകൊണ്ട് ഒരു ബെഞ്ചിൽ ചെന്നിരുന്നപ്പോൾ എൻ്റെ ഒരു സഹപാഠി എന്നെ തള്ളി മാറ്റി, ഇങ്ങനെ ചേർന്നിരുന്നിട്ട് തള്ളി മാറ്റി, മാറി നീ അരിപ്പൊടിയാണ് ഇട്ടയ്ക്കുന്നത്, എൻ്റെ മുഖത്തിട്ടയ്ക്കുന്നത്. ആ വെള്ള നിറം പൗഡറല്ല, അരിപ്പൊടിയാണ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ സുഹൃത്തിനെ എനിക്കറിയാം, ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്, സന്തോഷമായിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നന്മ നമുക്ക് പല രൂപത്തിലായിരിക്കും കിട്ടുന്നത്. നമ്മളിത് ഷെയർ ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക, ആരോടും വൈരാഗ്യം കാണിക്കേണ്ട, എല്ലാവരെയും സ്നേഹിക്കുക. അതാണ് ക്രിസ്തു നമ്മോട് പറയുന്നത്. ക്രിസ്തുവിൽ നമ്മളൊന്നാണ്. നമുക്ക് പല പല സാഹചര്യങ്ങളും പല പല വ്യത്യാസങ്ങളും സംസാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കെങ്കിലും ക്രിസ്തുവിൽ നാം ഒന്നത്രേ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 113 എന്ന് വായിച്ച് കേട്ടതിൽ, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എളിയവനെ, അവനൊന്നുമില്ല, അവൻ ഇല്ലായ്മയിൽ ജീവിക്കുന്നവനാണ്, അവൻ പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് പുറന്തള്ളി കിടന്നവർ, അവൻ്റെ ജാതി പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അവരിന്നും മന്ത്രിമാരും IAS-കാരും IPS-കാരുമായി ഇന്ന് ലോകത്തിൽ ഉന്നത ശ്രേണിയിലെത്തിയിരിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ദൈവം ദരിദ്രനെ പൊടിയിൽ നിന്നും കുപ്പയിൽ നിന്നും ഒക്കെ ഉയർത്തി നമ്മളെക്കാൾ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം അതാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ വൈരൂപ്യമാക്കപ്പെട്ട ജനം, അത് ആരെ വൈരൂപ്യമാക്കി? ജനങ്ങൾ തന്നെ മറ്റുള്ളവരെ വൈരൂപ്യമായ രൂപത്തിൽ കൊണ്ടുവന്നു എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ആ വൈരൂപ്യത്തിൽ നിന്നും ഒരു രൂപത്തിലോട്ട് നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടി, അതായത് ഒരേ അവസ്ഥയിൽ, ഒരേ സാഹചര്യത്തിൽ, ഒരേ ജീവിത അളവിൽ, ലെവലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. എല്ലാ കുന്നും മലയും താഴ്വാരങ്ങളും എല്ലാം നികന്നു വരും. അത് പ്രത്യേകം ഓർമ്മിക്കുക. എപ്പോഴെങ്കിലും, ഉടനെ ആവണമെന്നില്ല, എപ്പോഴെങ്കിലും
അതിനൊരു ലെവലുണ്ടാവും. അപ്പോൾ നമ്മൾ ഉയർന്നിരിക്കുന്ന നമ്മൾ അഹങ്കരിക്കരുത്. ഇല്ലായ്മയിലായിരിക്കുന്നവനെ കാണുമ്പോൾ അധിക്ഷേപിക്കരുത്. ബുദ്ധിമുട്ടുള്ളവനെ കാണുമ്പം നിഗളിക്കരുത്. എനിക്കിന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഫോംബാൻ ഷോ അത് കാണിക്കരുത്. അത് തന്നുവെങ്കിൽ അത് ദൈവം തന്നതാണ്. അതിനെ ഉൾക്കൊള്ളുന്നത് ദൈവികമായ കൃപയായി നമ്മൾ ഏറ്റെടുത്ത് ഉൾക്കൊള്ളണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെ ദളിത് ആദിവാസികൾ പണ്ട് കാലത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഇന്ന് അവർക്കുള്ള ജീവിത സാഹചര്യങ്ങൾ. ഒരുപാട് മാറി വന്നിട്ടുണ്ട്. വർണ്ണ വ്യത്യാസങ്ങൾ, അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാറേണ്ടതുണ്ട്. നമ്മുടെ സഭയ്ക്കകത്ത് പോലും അത് ദളിതരുടെ പള്ളിയെന്നും അത് അങ്ങനെയുള്ളവരുടെ പള്ളിയാണെന്നും ഒക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ദളിതരുടെ പള്ളിയിലും സവർണരുടെ പള്ളിയിലും ആരാധിക്കുന്നത് യേശുക്രിസ്തുവിനെയാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവിടാണ് പറയുന്നത് ക്രിസ്തുവിൽ നമ്മൾ ഒന്നത്രേ. അത് മറന്നു പോകുന്നു. പള്ളിയുടെ കാര്യം പറയുമ്പോൾ പോലും അത് മറന്നു പോകുന്നു. ക്രിസ്തുവിൽ നമ്മൾ ഒന്നെന്ന് പറയുകയും പ്രവൃത്തിയിൽ നമ്മൾ പലതായിട്ട് തീരുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ സ്നാനപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ നമ്മൾ ഒരു അച്ചാരം എഴുതിയിരിക്കുകയാണ്, ഒരു എഗ്രിമെൻ്റ് എഴുതിയിരിക്കുകയാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അങ്ങനെ ഒരു സ്നാനപ്പെട്ട് നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളായി മറ്റുള്ളവരോട് സ്നേഹവും കടപ്പാടും വിധേയത്വം ഉള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു സമയത്തിന് വേണ്ടി അടിയങ്ങളെ സ്തുതിക്കുന്നു. കൃപയാൽ നടത്തണമേ. ദൈവമേ, ചുരുക്കം പേരാണെങ്കിലും അടിയങ്ങൾക്ക് സന്തോഷമായിട്ട് വന്ന് ആരാധിക്കാൻ അങ്ങ് ഒരു സ്ഥലം തന്നുവല്ലോ. ദൈവമേ, അടിയങ്ങളൊരു ദേവാലയം വേണം. എത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പഴയ സന്തോഷത്തോടു കൂടി തന്നെ ഒരുമിച്ച് ചേർന്ന് കത്തീഡ്രൽ സഭയായി ആരാധിക്കുന്നതിനുള്ള, പാടി പുകഴ്ത്തുന്നതിനുള്ള, ദൈവവചനം കേൾക്കുന്നതിനുള്ള, പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു വേദി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും ഒന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും നന്മകളാലും നടത്തണം. അടുത്ത ആഴ്ചയിലൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവനാമം രുചിച്ചറിയുന്നതിന് വേണ്ടുന്ന കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടിയങ്ങളുടെ ഭവനത്തിലേക്ക് പോകുന്നു. അങ്ങയുടെ സാന്നിധ്യം കൃപയും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് കൃപയോടുകൂടി കാത്തുകൊള്ളണമേ. ആപത്തുകളോ അപകടങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നടത്തണം. പരമപിതാവേ, ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ മനസ്സലിയുടയ മനോനത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിയുടയ മഹോന്നത പരനെ വന്ദനം